ഇത് നിങ്ങൾ കണ്ട് ശീലിച്ച അമ്മയല്ല, ചുറ്റുവട്ടത്തുള്ള അമ്മായിയമ്മയുമല്ല, പിന്നെയോ എനിക്ക് തന്നെ കണ്ണീന്ന് വെള്ളം വന്നിട്ട് ദൈവമേ ഞാൻ എന്തോ ഈ പറഞ്ഞു വെച്ചിരുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. കുറെ അതായത് മലയാളം ഇപ്പം നമ്മൾ പറയുന്നത് മനസ്സിലാകും. ആ ഒരു ഒന്നും മനസ്സിലാകില്ല, ഒരു വേർഡ് കൂടെ എനിക്ക് മനസ്സിലാവും. അതായത് അക്കയുടെ നാട്ടിലെ പല ഭാഷകളും നമ്മുടെ നാട്ടിലെ തെറികളും നമ്മുടെ നാട്ടിലെ പല തെറികളുമാണ്. അതുകൊണ്ട് അക്കയ്ക്ക് ആദ്യം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. ഈ അക്കേനെ ഒരു ദിവസം കാണാതെ പോയി. ഇവള് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോണ്ടേ ഇരിക്കാം, ആളുടെ ഒരു റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞപ്പോ ഒരു 1 വീക്ക് നമ്മൾ എടുത്തു. അതായത് ബ്ലൂടിക്ക് വരുന്നുണ്ട്, ബ്ലൂടിക്ക് വരുന്നില്ല. അപ്പൊ ടെൻഷൻ അടിച്ചു. ഞങ്ങള് തീരുമാനിച്ചു അക്കേനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഷാലു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ട്രോളൊക്കെ നല്ലതാണ്, യു എൻജോയ് ഇറ്റ്, പക്ഷെ അത് ഇൻസൾട്ടിന്റെ ഒരു ഇതിലോട്ട് എത്തുമ്പോഴാണ് കായപ്പെടുത്തക്കൂടെ ഇൻസൾട്ട് ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് പറ ഇവളെന്തോ നീ കാണിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്ററെ ഞാൻ വിളിച്ചു. ഭയങ്കര പേടിച്ചിട്ട് ഹലോ എന്താ ചേച്ചി എന്ന് ഞാൻ പറയും. മോനെ താൻ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നിനുമല്ല. ഈ ഊർമിള എന്ന് പറയുന്ന ക്യാരക്ടർ രാജേശ്വരിയിലേക്ക് പോകുമ്പോൾ ആ ഒരു ചേഞ്ച് வெரி டஃப் நெகட்டிவ் ரோல் வந்து ஒர்க் பண்றதுக்கு நிறைய எக்ஸ்பீரியன்ஸ் வேணும். அந்த ஷார்ட் டைம்ல நம்ம பண்ணணும். நிறைய பாசிட்டிவ் അങ്ങനെ വേണോ. സൈലന്റാ നിന്നാ മതി, ഗ്ലിസറിൻ പോട്ട് നിന്നാ മതി. പോസിറ്റീവ് ക്യാരക്ടർ അല്ലേ. എനിക്കൊന്ന് മൂവി ചെയ്ത ടൈമിലും എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണോ പിന്നെ മൂവി എന്നുള്ളൊരു അന്നേരം എനിക്ക് പക്ഷെ സീരിയലാണ് ഈ പറഞ്ഞ കണക്ക്. രാവിലെ പോയിട്ട് വൈകിട്ട് നമുക്ക് വീട്ടിൽ വരാം. എനിക്ക് കംഫർട്ടാണത്. ഒരു ഗവൺമെന്റ് ജോബ് പോലെ സത്യം പോന്നു വരുന്നു അത്രേ ഉള്ളൂ. സേഫ് ആണ്. നെക്സ്റ്റ് മന്ത് ക്യാഷും കിട്ടും. അതാ ഒരു വിഷയം. എല്ലാവർക്കും ഈ മാസം എൻഡില് ക്യാഷ് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ അഭിനയിക്കുന്നു. അടുത്ത ഷെഡ്യൂളിലൊന്നും ക്യാഷ് ക്രെഡിറ്റ് ആവുന്നു. കൺസിസ്റ്റൻസി ഇങ്ങനെ പോകും. ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലാണ്. ഓണം സ്പെഷ്യലായിട്ട് അതേപോലെ തന്നെ ഓണത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെ 3 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഈ 3 പേരെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സീരിയൽസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ആൾക്കാർ ഫേവറേറ്റ് ആയിട്ടും ആ സീരിയൽ കട്ട് ചെയ്ത് വീണ്ടും സോഷ്യൽ മീഡിയയിലും ട്രോളും കാര്യങ്ങളും ഏറ്റെടുത്ത ഒരു സീരിയലാണ് ചന്ദനമഴ എന്ന് പറയുന്ന സീരിയൽ. അപ്പോൾ അതിൽ തന്നെ 3 പേരെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. രൂപശ്രീ മാം, ഹലോ. നമസ്കാരം. ഷാലു, ശാരദ, വെൽക്കം. താങ്ക് യു. എന്താണ് വിശേഷം, പറയൂ. ഓണമായിട്ട് വിശേഷം പറഞ്ഞല്ലോ. ഭയങ്കര ഹാപ്പിയാണല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം? മാം പറയൂ. സ്റ്റാർട്ട് വിത്ത് യു. யஷா, ஓணம் ஸ்பெஷல் அன்னைக்கு உங்களெல்லாம் சந்திச்சா ஹாப்பி, ரொம்ப ரொம்ப சந்தோஷம். തമിഴിൽ പറഞ്ഞാൽ മതിയല്ലോ. മലയാളം അറിയാലോ അല്ലേ? മലയാളം അറിയാം. പറഞ്ഞാൽ ഏതാ തെറ്റാകുമെന്ന് കുറച്ച് ഏതാണെങ്കിലും ഓക്കെ. ഞങ്ങൾ എന്തായാലും മലയാളത്തിൽ ചോദിക്കുന്നുള്ളൂ. അത് കുഴപ്പമില്ല. திருப்பியும் சோஷியல் மீடியாவில் வைரல் ஆகுன்ற விஷயம் எனக்கு அவ்வளோ சோஷியல் மீடியாவில் அவ்வளோ இன்ட்ரெஸ்ட் இல்லை. ஓகே. அப்போ ஷாலு ஆனா പറഞ്ഞത്. അപ്പോൾ ஒவ்வொரு வாட்டி எனக்கு சென்ட் பண்ணுவா நல்ல ரீல்ஸ் போடுறதெல்லாம். ஓ இப்போ அவ்வளோ ட்ரெண்டான நான் அவ்வளோ எக்ஸ்பெக்ட் பண்ணல. ஓகே ஓகே அப்படின்னு. பட் நான் இன்னைக்கு காலையில் நான் ஃப்ளைட் இறங்கி பார்க்கும்போது ஏர்போர்ட்டில் அத்தனை பேர் ஒரு அம்மா வந்து கட்டி பிடிச்சி எனக்கு அடிக்கல, கிஸ் செய்து கொச்சி ஏர்போர்ட்ல. திருப்பியும் அப்ப இருந்ததை விட இப்போ இன்னும் அப்படின்றது எனக்கு இன்னைக்கு ஏர்போர்ட்ல ஐ ஃபீல் இட். ஐம் ஹாப்பி. love youngsters also, because insta trending mode youngsters கூட வந்து couples-லாம் வந்து photos എടുത്തിട്ട് പോനാங்க. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഏജ് കാറ്റഗറി ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ഏജ്, ഇപ്പം ചില സീരിയൽസ് എടുത്ത് നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും അതിൻ്റെ വ്യൂവേഴ്സ്. ബട്ട് ദിസ് സീരിയലിനെ പറ്റി പറയുമ്പോൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്തെ എക്സ്പ്രഷൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫണ്ണാവാം, എല്ലാം അങ്ങനെ തോന്നുന്നില്ല ചേർത്ത്.
കാരണം അന്ന് സീരിയൽ ഇറങ്ങിയ സമയത്താണെങ്കിൽ പോലും സ്ത്രീകൾ കാണുമായിരിക്കും സീരിയൽ, പക്ഷേ ആണുങ്ങളും അതുപോലെ തന്നെ കണ്ട് നമ്മളോട് റിവ്യൂ പറയുന്നതും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇതിൽ അഭിനയിക്കുന്നല്ല ഞങ്ങൾ കാണാറുണ്ടെന്ന് ആണുങ്ങളും അങ്ങനെ സീരിയലാണെന്ന് നമുക്ക് അന്നൊരു പുതുമയായിരുന്നു. പക്ഷെ ഇന്നിപ്പം അത് എല്ലാവരും റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ കാണുമ്പം ശരിക്കും ഇന്നത്തെ ഒരു ജനറേഷനും അത് കാണാം. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിലും ഉണ്ട് ഇൻസ്റ്റഗ്രാം, വലിയവരുടെ കയ്യിലും ഉണ്ട്. അപ്പം എല്ലാവരും ആ ഏജ് കാറ്റഗറികളിലെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, ഷെയർ ചെയ്യുന്നതും. അതെ അതെ അതെ. ട്രോളുകളാണ് എനിക്ക് തോന്നുന്നു ഷോർട്സിനേക്കാളും ഇതിനേക്കാളും ഒക്കെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. അതെ, ട്രോൾസ് ഉണ്ട്. ட்ரோல்ஸ் அப்பவும் ஜாஸ்தி கூடுதலா இருந்தது. இன்ஸ்டாகிராம்ல வந்து அப்ப இது இன்ஸ்டா ஜாஸ்தி கிடையாது. அப்ப நார்மல்ஸ் வந்து யூடியூப்ல எல்லாமே ஷார்ட்ஸ் உண்டு. அப்போ வந்த சீரியல்ஸ் மலையாளத்துல விட இன்னும் நம்மளோட சீரியல் சந்தனமழை மட்டும் தான் ட்ரோல் ஜாஸ்தி இருக்கும். എസ്പെഷ്യലി എന്നോട് ജ്വല്ലറീസ് സീരിയലിൽ അങ്ങനെ വേണമല്ലോ, പൊട്ട് ജ്വല്ലറീസ്. അത് നോർമലി സംസാരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്ട്രാ അല്ലെങ്കിൽ ഈവൻ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേ ഓഫ് ഡെലിവറി ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈവൻ കോസ്റ്റ്യൂം ആണെങ്കിലും അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വ്യൂസ് കൂടുന്നു എന്ന് പറയുന്നതും ശരിയല്ലേ? ആ ഒരു പർട്ടിക്കുലർ സംഭവം ആൾക്കാർക്ക് കൺവേ ആകണമെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇട്ടെങ്കിൽ ആ കറക്റ്റ് ആ ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒക്കെ ആൾക്കാർ കൺവേ ആകത്തുള്ളൂ. ഇപ്പൊ എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വീട്ടിൽ പറയുന്ന പോലെ ഒരു സിനിമയിൽ തന്നെ ജയറാമേട്ടൻ പറഞ്ഞാലേ നമ്മൾ സാധാരണ അമ്മ എന്ന് വിളിക്കുന്നു, തമിഴിൽ അമ്മ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സീരിയലിൽ അഭിനയിക്കുന്ന നല്ല എക്സ്പ്രഷൻസ് നമ്മൾ സാധാരണ വീട്ടിൽ കാണിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ കുറച്ചും കൂടെ ജാസ്തി ഇട്ടെങ്കിലേ ആൾക്കാർക്ക് കൺവേ ആവത്തുള്ളൂ. അതാണ് ഇതിന്റെ കാര്യം. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ആ ചന്ദ്രന്മാരുടെ സമയത്തൊക്കെ ചേച്ചി ഊർമിളാദേവി തൊട്ട പോലത്തെ പൊട്ട് എവിടെങ്കിലും കിട്ടുമോ, ജ്വല്ലറി എവിടെ നിന്ന് കിട്ടും, അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമുക്ക് ഫേസ്ബുക്കിൽ ഇതിലൊക്കെ നമുക്ക് മെസ്സേജ് വരാം, എവിടെ നിന്ന് ഇതൊക്കെ വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു. സാരീസിന് ഒരുപാട് പേര്. അതാണ് ട്രെൻഡ്. അതെ അതെ, ഇപ്പോഴത്തെ ഒരു സീരിയലിന്റെ ഒരു ചന്ദനമഴയ്ക്ക് മുമ്പും ചന്ദനമഴയ്ക്ക് ശേഷവും അതാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞാൽ പോലും പറയുന്നത് രൂപശ്രീയുടെ അല്ല, അതിനകത്ത് ഒരു ഊർമിളയുടെ അത്രയും ജ്വല്ലറിയും അത്രയും ഓർണമെന്റ്സും ഒക്കെ വേണോ, അതോ അത് താഴെ മതിയോ, ഇനി അതില്ലെങ്കിൽ വർഷേന്റെ അത്രയും ക്രൂക്കഡ് ആവണോ, അതിന് അത്രയും വേണ്ടി. അതായത് ക്യാരക്ടറിനെ വെച്ചിട്ട് നമ്മളെ അടുത്ത ക്യാരക്ടറിനെ അല്ലെങ്കിൽ അതിന് അങ്ങനെയാണ് ഇതാക്കുന്നത്. അതെ 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 അതെ. എനിക്കൊന്ന് രൂപശ്രീ മാം ഫസ്റ്റ് ഇതിന്റെ ഒരു കോള് വന്നപ്പോ, ഈ സീരിയലിന് വന്നപ്പോ ഫസ്റ്റ് യൂസ് ആഡ് നോ അല്ലേ? അല്ലേ? പിന്നെ കുറെ കഴിഞ്ഞിട്ടല്ലേ? അതെങ്ങനെയാണ്? കുറെ കഴിഞ്ഞിട്ടല്ലേ ഫസ്റ്റ് അവിടെ ഇവിടെ ട്രിവാൻഡ്രം வந்து சென்னையிலேருந்து ட்ராவல் பண்ணி 15 days ஒர்க் பண்ணோன்னா அவ்வளோ ஐம் நாட் இன்ட்ரெஸ்டட். அதனால ஐ செட் ஜெயக்குமார் சார் பேசும்போது ஐம் நாட் இன்ட்ரெஸ்டட் அப்படின்னு சொல்லி நான் வச்சுட்டேன். பட் சார் எனக்கு யாரெல்லாம் க்ளோஸாக இருக்காங்களோ அவங்கக்கிட்ட சொன்னால் மேபி சார் ஒரு குட் ப்ரொடியூசர், அந்த ப்ராஜெக்ட் நல்ல ப்ராஜெக்ட் நான் கம்ஃபர்ட் பண்ணி கொடுக்குறேம்மா, வாட் எவர் யூ நீட் அப்படின்றத யார் மூலமாக வரும்போது க்ளோஸ் ஒரு மேனேஜர், இங்கே நான் ஒர்க் பண்ணிட்டு இருக்கேன் மேனேஜரோட, அவர் கனெக்ட் பண்ணி அப்புறம் தன்னோட டீட்டெயில்ஸ்லாம் சொல்லி அவங்க என்னோட ஸ்பாட்டுக்கு வந்து ரூபா இவங்களோட ப்ரொடியூசர் இது இப்போ போயிட்டுருக்கு, இந்த சீரியல்ஸ் எல்லாம் போயிட்டுருக்கு, ட்ரை பண்ணி பார்க்கலாம். யா சார் இல்லை, ஐயோ இவ்வளோ தூரம் போகணும் ட்ரிவாண்டத்தில். அவர் சார் ஆக்சுவலி பர்டிகுலர் ஷெட்யூல்னா அதில் ப்ராப்பராக இருப்பார் சார் கிட்ட. ப்ராப்பர் டேட்ஸ் அந்த ஷெட்யூல் அம்மோது ஐயோ 15 daysலாம் போய் ஒரு ஒர்க் அவுட்டோரில் அப்படின்ற போது பண்ணணுமா அப்படின்றது ரொம்ப இதுவாக இருந்தது. ஒரு நான் ஆக்சுவலி சரி ஓகே பண்ணலான்ற ஃபைனலாக சார் பேசும்போது சார் ஒரு ஹாஃப் மைண்டில் தான் ஸ்டார்டட் ஒர்க்கிங் இன் சந்திரமழை. அது கிட்டத்தட்ட 3-4 months. ബട്ട് സീരിയൽ തുടങ്ങി ഫസ്റ്റ് വീക്കിൽ ഇറ്റ്സ് ഹിറ്റ് അല്ലേ, അത് എനിക്കൊന്നും മനസ്സിലാവില്ല. അറിയില്ലല്ലോ, സത്യമായി അറിയില്ല. ഒരു 2-3 മാസം വരയ്ക്കും കൂടെ എനിക്ക് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. நான் அப்போ கூட சொன்னேன் சாரி சார் நான் இதை குவிட் பண்ணிக்கிறேன். ഈവൻ ആഫ്റ്റർ ദി 3 months ആഫ്റ്റർ 4-5 months കൂടെ ഞാൻ சொன்னேன். അക്കയ്ക്ക് ഇവിടെ സെറ്റ് ആവുന്നില്ല. ഒന്നാമത് ഫുഡ്, പിന്നെ വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് പനിയും വയ്യാഴിയും ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നത്, ഒന്ന് നമ്മുടെ നാടല്ലാത്തോണ്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു മൊത്തത്തില്.
അപ്പൊ പുള്ളിക്കാരി മനസ്സ് മടുത്ത് നിൽക്കായിരുന്നു. அப்போ சீரியல் சார் வந்து ஸ்பாட்ல வந்து என்கிட்ட சொல்ற அவர் பாவம் நிறைய ஹாஸ்பிட்டல்ஸ் நிறைய மெடிசன்ஸ் எல்லாமே கேர் பண்ணார் சார். as a ப்ரொடியூசரா அவர் என்ன கேர் பண்ணணும். பட் நான் ஃபைனலாக அது ஹிட் ஆகுதோ என்றது இல்லை. ஐ எம் நாட் ஃபீலிங் வெல். அதனால கம்ஃபர்ட் ஜோனும் கிடையாது. அதனால இல்லை சார், சாரி சார், இல்லை இல்லை இன்னும் ஒரு 2 months பார்க்கலாமா, நான் ஒரு கொஞ்சம் அட்ஜஸ்ட் பண்ணிக்கோமா, எல்லா சீரியல்ஸுமே இருக்கிற இதே தானே ரூபாய், நீங்கள் அங்கே போனால் பே பண்ண போறாங்க, யூ ஆர் கோயிங் டு ஒர்க். யா சார், பட் நான் வீட்டிலேருந்து போகிற ஒரு கம்ஃபர்ட் ஜோனும் ஐ மீன் அவுடோர் இல்லை என்ன வேணும். ஆக்சுவலி அந்த வீட்டில் எங்களுக்கு வீடு மாதிரி செட் பண்ணி கொடுத்தாரு. ஆக்சுவலி ஃப்ரிட்ஜ்லேருந்து ஆக்சுவலி ஒரு கேஸ் கனெக்ஷன்லேருந்து எல்லாமே அங்கே கேர் பண்ணுறதுக்கு டிவி எல்லாம் வாட் எவர். ஆக்சுவலி நீங்கள் பார்த்த டெலிகாஸ்ட்ல என்னெல்லாம் இருக்கும் எல்லாமே വീട്ടിൽ തന്നെയാണ് നമ്മള് സ്റ്റേ ചെയ്തത് எல்லாரும் நாங்க எல்லாம் ஒரு ஃபேமிலி போல. பட் எனக்கு டைம் எடுத்தது ஆக்சுவலி அங்க அந்த ஒர்க் பண்றதுக்கு. நான் ஒரு 4-5 months கூட சாரி சார். அப்போ சார் சேனல்ல சொல்லும் போது கூட சேனல்ல சார் ஐயோ உரிமையெல்லாம் ரிப்ளேஸ்மெண்ட்டே இருக்கக்கூடாது, கம்பல்சரி தே நீட் அப்படின்றதுனால சார்ல என்னை எவ்வளவோ பட் அது அப்புறமா டாலரேட் பண்ணி ஓகே அப்படின்னு ஒர்க் பண்ண ஆரம்பிச்சது. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും ഇവക്ക് പിന്നെ തമിഴൊക്കെ അറിയും, എനിക്ക് അത്ര അറിയത്തില്ല. എന്നെ ഇഷ്ടല്ല ആദ്യം ഉണ്ടല്ലേ, ശരി കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം. അപ്പൊ ആദ്യം വന്ന സമയത്തൊന്നും എന്നെ വലിയ താല്പര്യം, കാരണം എനിക്ക് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളിക്കാരി മൊത്തത്തിൽ ഇറിറ്റേറ്റ് ആണ്, ഈ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇറിറ്റേറ്റ് ആണ്. എനിക്ക് തമിഴ് അറിയില്ല, എന്നെ ഒന്നും ആദ്യം കണ്ണിന് നേരെ കാണരുത്. അവക്ക് തമിഴ് അറിയാം, കമ്മ്യൂണിക്കേറ്റ് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങള് സംസാരിച്ചു. അവ തമിഴ് സീരിയൽ അപ്പൊ പണിയിട്ടുണ്ട് കറന്റ്ലി. അപ്പോൾ ആ സമയത്ത് സംസാരിച്ചു തമിഴിൽ. ഞങ്ങൾക്ക് എങ്ങനെയോ ആ ഒരു റാപ്പോ വരും എന്ന് പറഞ്ഞില്ല, അങ്ങനെ വന്നു. പിന്നെ ഞങ്ങൾ റാപ്പ് ആയത് കാരക്കുഴമ്പിലാണ്. അതെന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് ഫുഡ് ഇവിടെ ഒട്ടും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ട് വരും. അപ്പൊ ഒരു ദിവസം പോയപ്പോ എന്നോട് ചോദിച്ചു, കൊഞ്ചം കാരക്കുറമ്പ് വെച്ച് കൊണ്ടുവരില്ല. ഞാൻ ഈ സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ വെക്കണ്ടേന്നൊന്നും എനിക്കറിയില്ല. ഒന്നുമില്ല, സിമ്പിളാ, നീ അവിടെ പോയിട്ട് വിളിച്ചാൽ മതി, ഞാൻ എല്ലാം പറഞ്ഞുതരാം. ஏன்னா தமிழ் ஆளுங்களுக்கு கேரளா ஃபுட் ஆப்போசிட்டான அதுல மன்சிக் நல்ல டெம்பரேச்சர் കുറേ നാൾ എനിക്ക് സെറ്റ് ആല. ഐ ഗോട്ട് വീസിങ്, അതെല്ലാം ഫുൾ എല്ലാ സീന ഊർമിളോட എല്ലാ ഡയലോഗ്സും എല്ലാം മലയാളി സൈലന്റ് ആർക്കും. നാനാണ് മലയാളം ഫുള്ള് ഡയലോഗ് പറയണം. അതായത് നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും 10-20 സീൻ ഉണ്ട്. ഒരു ദിവസം ഹെവി സീൻ തന്നെ കാണും, ഒരു 10 എണ്ണം. അതിൽ ചെറിയ സീൻ വേറെ 10 എണ്ണം കാണും. എങ്ങനെ ഒരു 20 സീൻ അല്ലേ ഒരു ദിവസം, നമുക്ക് 20 സീൻ. ഈ 20 സീനും മെയിൻ ആണ്. 20 സീനും എന്താ സാരി തൊട്ട് പൊട്ട് തൊട്ട് എല്ലാം ടയേർഡ് ആവും. വിത്ത് ഓൾ ഓർണമെന്റ്സ് എല്ലാമായിട്ട് ഹെവി ആയിട്ട് നമ്മൾ എപ്പോഴും നിൽക്കണം എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ ഒരു 4 കൊല്ലം പിന്നെ അങ്ങ് പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു 15 days ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പം നമ്മള് അഞ്ജലിയായും ഊർമിളയായിട്ടും വർഷയായിട്ടും ഒക്കെ അങ്ങ് ആയി. അപ്പൊ പിന്നെ നമുക്ക് അറിയാം എന്താണ് ഇത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി. പിന്നെ നമ്മൾ ഇപ്പം വർത്താനം പറയണ പോലെ തന്നെ സീൻ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വളരെ എളുപ്പത്തിൽ. അന്നെങ്ങാനും വിട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇതുപോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടില്ല. കാരണം ഈ ഒരു സീരിയല് നമ്മ ഒരു സീരിയലും വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അവിടെ ഉള്ള ആ ആൾക്കാരുമായിട്ട് അന്നേരം ഒരു ബന്ധം ഉണ്ടായിരിക്കും. പിന്നെ ആ സീരിയൽ കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അടുത്ത ഒരു ഫാമിലി അങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷെ അന്ന് ഈ ഒരു വർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം ഇപ്പൊ നോക്കൂ 10 കൊല്ലം അടുപ്പിച്ചാകാറായി. ഇപ്പോഴും നമുക്ക് ആഴ്ച ഒരിക്കൽ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റൂല. ഈ അക്കേനെ ഒരു ദിവസം കാണാതെ പോയി അയ്യോ ഞങ്ങള് പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയതല്ല. ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പൊ ഞാനൊരു പ്രാവശ്യം വിളിച്ചു, എനിക്ക് കിട്ടുന്നില്ല. പിറ്റേ ദിവസം വിളിച്ചു, കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു, അക്കേനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല കിട്ടിയിട്ടില്ല. 2 ദിവസമായി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കും കിട്ടുന്നില്ല. അപ്പം നമുക്ക് അക്കയുടെ നമ്പർ അറിയാം, അക്കയുടെ ഫ്രണ്ടിന്റെയും ഒരു ഫ്രണ്ടിന്റെ മാത്രമേ നമ്പർ അറിയുള്ളൂ. അപ്പൊ നമ്മൾ അവർ വിളിച്ചപ്പം ഞാൻ വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ടും ചേച്ചീന് നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കാം, ആളുടെ ഒരു റിപ്ലൈ ഇല്ല.
അത് കഴിഞ്ഞപ്പോ ഒരു 1 വീക്ക് നമ്മൾ എടുത്തു. അതായത് ബ്ലൂടിക്ക് വരുന്നുണ്ട്, കാണുന്നുണ്ട്, ബ്ലൂടിക്ക് വരുന്നുണ്ട്. അപ്പൊ പ്രശ്നമാണ്. അപ്പൊ ടെൻഷൻ അടിച്ചു. ഞാനും എനിക്കറിയുന്ന തമിഴിലെ കോണ്ടാക്ട്സ് എനിക്ക് 1-2 ആർട്ടിസ്റ്റുകളെ അറിയാം. നമ്മുടെ സുബ്രുവിനെ വിളിച്ചു, പിന്നെ എന്റെ കൂടെ നേരത്തെ ഹീറോ ആയിട്ട് തമിഴിൽ ചെയ്ത പുള്ളിനെയും വിളിച്ചു. അക്കയുടെ വീട്ടിലെ നമ്പർ കിട്ടുമോ, എങ്ങനെയെങ്കിലും ഈവൻ മാനേജറിന്റെ നമ്പർ കിട്ടുമോ, ലൊക്കേഷൻ ആരുടെങ്കിലും എന്തെങ്കിലും നമ്പർ, അതായത് അക്കേനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നമ്പർ കിട്ടുമോ എന്നുള്ളതായിരുന്നു. ഇവർക്കാർക്കും വലിയ അറിവൊന്നുമില്ല. അതേ സമയത്ത് തന്നെ അക്കയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ തിരക്കാന്നറിയാം, പക്ഷെ എന്ത് തിരക്കാണെങ്കിലും പുള്ളിക്കാരി നമുക്ക് ഫോൺ മെസ്സേജ് അയക്കുമ്പോഴെങ്കിലും പറയും അക്ക തിരക്കാണെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വോയിസ് ഇട്ടാൽ മതി, തിരക്കാണ് പറഞ്ഞാൽ മതി. ഇത് ഒരു ബ്ലൂടിക്ക് വരുന്നുണ്ട്, പക്ഷെ ഒരു ഞങ്ങൾ തീരുമാനിച്ചു അക്കേനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഞങ്ങൾ ടെൻഷൻ കിഡ്നാപ്പ് ചെയ്തു, ഫോൺ അവരുടെ കയ്യിലാണ്. കിഡ്നാപ്പ് ചെയ്യുന്ന ആ സമയത്ത് നല്ല മിക്കവാറും നമ്മളുടെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒത്തിരി നമുക്ക് പത്രത്തിൽ കൂടെ ഒക്കെ വായിച്ച് കിട്ടുന്നതല്ലേ. അപ്പൊ നമ്മള് ടെൻഷൻ അടിച്ച് ആള് പോയി മിസ്സാണ്, കാരണം വീട്ടുകാർക്കും അറിയത്തില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു നാളെ നമുക്ക് ചെന്നൈക്ക് പോയി നോക്കാം, അവിടെ ചെന്നിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ളതായി. അന്ന് തീരുമാനിച്ചു. ഭാഗ്യത്തിന് അന്ന് രാത്രി ഒരാള് തിരിച്ചു. അല്ല, എന്നിട്ട് നീ മെസ്സേജ് അയച്ചടി. എന്നിട്ട് അക്കയാണോ കേക്കട ആരാന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ് എന്ന് വോയിസ് അയച്ചു. അത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവസാനം രാത്രി ആയപ്പം എന്നാ ചാരു കൊറേ മെസ്സേജ് ആയല്ലോ, എന്നാ ചാരു എന്നും ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞ അക്ക ഒരു റിപ്ലൈ വന്നായിരുന്നെങ്കിൽ ഈ കണ്ട ടെൻഷൻ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ രണ്ടുപേരും അടിച്ചോണ്ട്. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ആദ്യം വിളിച്ചത് നന്നായി, എന്റെ അടുത്തായിരുന്നെങ്കിൽ എനിക്ക് അറിയുന്ന തമിഴിൽ ഞാൻ ചീത്ത വിളിച്ചാലേ. അതൊരു കുഴപ്പമില്ല, അത് പഴകണ വിഷയം. എന്തുകൊണ്ടായിരുന്നു മെസ്സേജ് അയക്കാൻ? തിരക്കായിരുന്നു. വീട്ടിലെ സിസ്റ്ററുടെ മാരേജ്, அது ஃபுல்லா ஷாப்பிங் ஷூட்டிங், நடுவில் ஒரு ஹெல்த் இஷ்யூஸ் இருந்தது. அப்போ இவளுக்கு லேட் 11:30 12 ஆகும். சரி வீட்டுல போய் விളിக்கலான்னு அதுக்கான சரி ஆல்மோஸ்ட் லேட் நைட். திருப்பி காலையில திருப்பி ஷாப்பிங்கோ ஷூட்டிங் இப்படி 2-3 நாள் நடுவில் ஒரு வாட்டி உடம்பு முடியாம போய் ஹாஸ்பிட்டல்ல இருந்து. அப்ப வந்து அதனால லேட்டா அது கன்வே பண்றது கூட പറ്റുന്നില്ല. എന്നാലും ഒരു മെസ്സേജ് അയച്ചായിരുന്നെങ്കിൽ ஆமா அவ்வளவு சென்னையில ஷாப்பிங் டிராபிக் பிளாக் இல்ல, இவட வந்து பாரிஸ் இங்க ஷூட்டிங் நடுவுல இடையில அது காலையில எந்திரிக்கும் போது நினைப்பேன் ஒர்க் பிஸில மறந்து போய் பின்ன ராத்திரி ஞாபகம் அப்ப லேட் ஆகும். ஓகே பின்ன நாளை தொடங்கும் போது திருப்பி வீட்டுல எல்லாம் கெஸ்ட் எல்லாம் ஷாப்பிங் அந்த பிஸியா, அதனால அந்த ஒரு 4-5 நாள் 1 வீக் கூட இல்ல. അതായത് 1 വീക്ക് அதுக்குள்ள எவ்வளவு பெரிய இஷ்யூஸ் பாருங்க. அட்லீஸ்ட் ஒரு டெக்ஸ்ட் மெசேஜ் ஐ வில் கால் யூ ரைட் பேக், இல்ல வாய்ஸ் மெசேஜ் பண்ணலான்னு காலையில போது காலையில எந்திரிக்கும் போதே அந்த எல்லாமே கொஞ்சம் ஷாப்பிங் பிஸி அந்த ப்ரோக்ராம் இருக்கும் போது மறந்து போறது. കുഴപ്പമില്ല, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഷാലു ആക്ച്വലി എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ഇതിന്റെ ഹിന്ദി വേർഷൻ ഉണ്ടായിരുന്നു. അതിലെ വർഷയുടെ ക്യാരക്ടർ ആക്ച്വലി ഡ്രീം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അന്നേരം തന്നെ വേണമെന്നുണ്ടായിരുന്നു? അല്ല, ഒരിക്കലും ഇത് മലയാളത്തിൽ വരുമെന്നോ അതിൽ ഈ ക്യാരക്ടർ ചെയ്യുമെന്നോ ഒന്നും വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. അന്ന് ഇത് കാണുമ്പം ഞാൻ അങ്ങനെ സീരിയലിൽ അഭിനയിക്കുന്നുമില്ല. അപ്പൊ ഈ ഇങ്ങനെ ഒരു സീരിയല് എന്റെ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്തിട്ടുള്ള ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സീരിയലുണ്ട്, നീ കണ്ണു നോക്ക്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 എപ്പിസോഡൊക്കെ നമുക്ക് യൂട്യൂബിലെ വല്ലതും നോക്കിയാൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, എന്നിട്ട് അവള് അന്നേരം യൂട്യൂബ് നമ്മുടെ ഫോണിലൊന്നും കിട്ടുന്ന അത്ര വലിയ ഫോണൊന്നും അന്നേരം ആ സമയത്തില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ കഥ എനിക്ക് പറഞ്ഞു, കഥ പറഞ്ഞപ്പോ ഇഷ്ടമായി. അങ്ങനെ 3rd or 4th എപ്പിസോഡ് തൊട്ട് ഞാനും കാണാൻ തുടങ്ങി. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ ഒക്കെ നമ്മുടെ വീട്ടിലെ പോലെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഡയലോഗ്സ് ഒന്നും മനസ്സിലാവൂല, ഹിന്ദി അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവളാണ് എനിക്കത് പിറ്റേ ദിവസം വന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്, സീൻ ബൈ സീൻ എനിക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അഡിക്ഷൻ ആയിട്ടിരുന്ന് കുറെ അധികം എപ്പിസോഡ്സ് ഇരുന്ന് കണ്ടിട്ടുണ്ട് ഹിന്ദി സീരിയല്. കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനൊക്കെ എനിക്ക് ഏകദേശം അവരുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബൈഹാർട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ ഒരു സീരിയൽ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം വന്നപ്പോൾ സാറ് വിളിച്ചിട്ട് ഇതുപോലത്തെ ഈ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് മനസ്സിലൊരു 56 ലഡു ഒക്കെ ഒരുമിച്ച് പൊട്ടത്തില്ല, ഇങ്ങനെ അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ എനിക്കൊന്നു ഷാരുവിനെ ആണെങ്കിൽ ഈ അഞ്ജലി കന്യ അവരുടെ കോംബോ ഉണ്ടല്ലോ, ആ ഒരു കെമിസ്ട്രി, അവർ തമ്മിൽ പാരകളുണ്ട്, ഫണ്ണുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ആളുകൾ ഭയങ്കര ഫൺ രീതിയിൽ എടുക്കുന്നുണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര രസമാണല്ലോ. അപ്പൊ അതിലെ ചില സീനുകൾ റിപ്പീറ്റ്സ് പോയതുണ്ടാവാം, അല്ലെങ്കിൽ ചില സീനിൽ കുറേ ചിരിച്ച്
സീൻ പറഞ്ഞിട്ടും ചിരി നിർത്താൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഏതെങ്കിലും ഒരു കന്നി ചേച്ചിയുടെ കൂടെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും കന്നി ചേച്ചി അത് കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യും. അപ്പം നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ചേച്ചി ടേക്കിലായിരിക്കും എന്താ പറയണേ ഈ സംഭവം എടുത്തിടുന്നത്. അപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ ചിരി അടക്കി പിടിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ പറയില്ല ഒരു ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പം കന്നി ചേച്ചിയാണ് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഇത്രയും ഒരു കോമഡി ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഇത് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ ഇടുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു രസമുള്ള ഒരു കോംബോ ആയിരുന്നു അഞ്ജലി മായാവതി എന്നുള്ള ഒരു കോംബോ. ആക്ച്വലി കന്നി ചേച്ചിയും കൂടെ വേണ്ടിയിരുന്നു. അതെ അതെ ഇപ്പൊ ഇവിടെ വേണ്ടിയിരുന്നു ഇവിടെ. മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ അത് പറയുമായിരുന്നു കന്നി ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു അതായത് അമ്മയും മോളും ഓപ്പോസിറ്റ് ക്യാരക്ടർ ക്യാരക്ടേഴ്സ്. ഈ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സീരിയലില് ഇറ്റ് ഇസ് കോമൺ പണ്ട് തൊട്ടേ. പക്ഷെ അതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ഒരേ ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടുവന്നത്. അതിലൊരു ഡിഫറൻസ് എന്ന് പലരും പറഞ്ഞിട്ടില്ലേ? യെസ്, അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. பட் எனக்கு ஆக்சுவலி தமிழ் சீரியல்ஸ் பார்க்கும் போதும் ஹிந்தி சீரியல்ஸ் பார்க்கும் போது பட் மலையாள சீரியல் எனக்கு ஆദ്യം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. തുടക്കത്തിൽ ഞാൻ കണ്ടിട്ടും ഇല്ല. ആദ്യം എന്നോട് സീരിയലാണ് ഫസ്റ്റ് ഞാൻ കണ്ടത് ടെലികാസ്റ്റ്. അപ്പോൾ സർ പ്രൊഡ്യൂസർ എൻകിட்ட പറയുമ്പോൾ ரூபஸ்ரீ இது வந்து ஆக்சுவலி இட்ஸ் ஹிந்தி சீரியல். அப்போது இது மலையாள சீரியல்ல கொஞ்சம் லைட் ஆயிட்டு மேக்கப்போ இல்லை அப்படி இப்படி இல்ல ஹெவியா ஹிந்தி பேட்டர்ன் தமிழ் பேட்டர்ன் அந்த மாதிரி பிடிச்ச மதிமா லுக் நல்ல நைட்ல கூட நல்ல பட்டு சாரி ஆனா எங்கன்னா சார் இல்ல எனக்கு அது பாம்பே அந்த ஹிந்தி சீரியல் மாதிரி தான். ஏன்னா பிகாஸ் இது ஹிந்தி சீரியல்னால சேனலும் அந்த மாதிரி சொல்லிட்டு இருந்தால அதனால ரொம்ப கரெக்டா பர்டிகுலர் என்கிட்ட சொன்னாரு அது அப்படி மெயின்டைன் பண்ணிக்கணும் அப்படின்னும் போது அப்போ எங்க அம்மான்றது ஒரு பேட்டர்ன் அப்பதான் they started. என்னோட சீரியல் தான் ஃபர்ஸ்ட் நினைக்கிறேன். முன்னாடி ஒரு அம்மானா ஒரு அப்போ ஸ்ரீவித்யா அம்மாவும் அந்த ஏஜ் உள்ள ஒரு அந்த அம்மா கெட்டப்போ அந்த தோற்றம் உள்ள அம்மா தான் இருக்கும். இது எனக்கும் சுபுக்கும் பெரிய வயசு டிஃப்ரென்ஸும் கிடையாது. அப்போ அம்மா ஆദ്യം தொடங்கும் போது ஃபர்ஸ்ட் நீங்கள் எபிசோட்ஸ் பார்க்கும் போது உன்னோட போனி டெயில்லாம் ஷார்ட் அப்படி தான் போட்டிருப்பேன். ஒரு 1 வீக் எபிசோட்ஸ் மாதிரி. அப்போது சேனலில் பார்த்தபோது ரொம்ப குட்டியாக இருக்குது. யூ மஸ்ட் மீ லுக் மெச்சூர்ட் போது கொண்டையிட்டு பூ வச்சு ஜுவல்லரி இட்டு கூடுதல் பொட்டு வச்சு அப்போ அந்த கெட்டப்காக മദർ மாதிரி വേണു ഹീറോയുടെ മദർ. ഈ പട്ടുസാരി കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഇത് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അറിയാം രാത്രി ഉറങ്ങുമ്പോഴും പട്ടുസാരി ഇട്ടിട്ടാണോ എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദേശായി ഫാമിലി. ഇവിടുത്തുകാരല്ല, പുറത്തു വന്നവരാണ്. അവരുടെ കൾച്ചർ ഇങ്ങനെയാണ് എന്നുള്ള നമ്മൾ ഇവിടെ അങ്ങ് സ്ഥാപിച്ചു വെച്ചു. അവർ ശരിക്കും അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ നമ്മളിവിടെ സ്ഥാപിച്ചു വെച്ചു. പിന്നെ കുഴപ്പമില്ലല്ലോ, ചോദ്യം വന്ന വിഷയമില്ല. അതുപോലെ തന്നെ ഈ വില്ലത്തി എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ അത് സരയുലാണെങ്കിലും വില്ലത്തി, അപ്പം ഇതിലും ഇത്. അപ്പൊ നോർമലി അപ്പൊ ആൾക്കാർ ഇപ്പൊ ഒരു വില്ലത്തിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അർച്ചനേനെയൊക്കെ നമ്മള് അക്സെപ്റ്റ് ചെയ്ത രീതിയുണ്ട്. ഈവൻ ശാലുനെ ആണെങ്കിൽ. അപ്പം ഇപ്പം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു നായിക ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ നായികയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹിറ്റ് അല്ല എന്നുള്ളതേ ഉള്ളൂ. തമിഴില് ഞാൻ ചെയ്ത് അത്യാവശ്യം പോയിട്ടുണ്ട്. അഴകി എന്ന് പറഞ്ഞ അതില് ഞാൻ ഹീറോയിൻ ക്യാരക്ടർ ആയിരുന്നു. ഹീറോയിൻ മീൻസ് വിജി ചന്ദ്രശേഖർ അമ്മ ക്യാരക്ടർ, പുള്ളിക്കാരി മെയിൻ. ഇതേ മാതിരി ചന്ദ്രമഴ ഊർമിള ക്യാരക്ടർ അമൃത മാതിരി. അതേപോലെ തന്നെ അവിടെ വിജി മാമും ഞാനും അത് മെയിൻ ക്യാരക്ടേഴ്സ് ഞങ്ങളായിരുന്നു. അപ്പൊ നോക്കിയാ ഹീറോയിൻ ക്യാരക്ടർ ഞാനായിരുന്നു തമിഴില്. പിന്നെ ഇവിടെ ഞാൻ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ, കുടുംബ പോലീസ്, പിന്നെ ചട്ടമ്പി കല്യാണി, ശ്രീകുമാരൻ തമ്പി സാറിന്റെ ചട്ടമ്പി കല്യാണി സാറിന്റെ സിനിമ അത് സീരിയലാക്കിയപ്പം അതിനകത്ത് ഹീറോയിൻ ഞാനായിരുന്നു. പക്ഷെ ഈ 3 ഞാൻ ഈ ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു. ആകെ ഒരു കണ്ണീർ കഥാപാത്രം ചെയ്തേക്കുന്നത് തമിഴില് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത് വേണമെന്നില്ല, എനിക്ക് അഭിനയിക്കാനുള്ള ക്യാരക്ടർ വേണം എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ വില്ലത്തി ആകുമ്പോ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം ഹിറ്റായത് അത് വില്ലത്തി ആകുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതും ഹിറ്റ് ആകുമ്പോൾ വെളിയിൽ നിന്നുള്ള രീതികൾ ഇപ്പം ഇത് റിയലാണ് എന്ന് പറഞ്ഞ് കാണുന്ന ആൾക്കാരുണ്ട്, വ്യൂവേഴ്സ്, അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ എങ്ങനെയാണ്? അല്ലെ, ചന്ദനമഴ സമയത്താണല്ലോ ഈ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ആവുന്നത്. ആൾക്കാർക്ക് ഇതൊരു നമ്മൾ വെളിയിൽ ഇറങ്ങിയാലും പെട്ടെന്ന് തിരിച്ചറിയുന്നത് ചന്ദനമഴ വന്ന ശേഷം. അതിനു മുമ്പ് ഓക്കെ ചെയ്യുന്നുണ്ട്, സീരിയൽ കാണുന്നവർക്കറിയാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഉള്ള മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയലായിരുന്നു. അപ്പോ ഇവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചന്ദനമഴയിലെ വർഷ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് കോമഡി കഥാപാത്രം കൂടെ. വില്ലത്തി മാത്രമല്ല, കുറച്ച് ടോം ആൻഡ് ജെറി പ്ലേ ഒക്കെ ഉള്ളപ്പോ ഈ കോമഡിയും കൂടെ ചേർന്ന്
ആയതുകൊണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ തല്ലും ബഹളം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയില്ല അല്ലേ? ഈ ഒരു കുറുമ്പ് എന്നുള്ളതിന്റെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ട്. ഇൻഡസ്ട്രി തന്നെ വർഷം എന്നല്ലേ പലരും ഇപ്പോൾ വിളിക്കുന്നത്. ഇപ്പോഴും ഇത് ഇപ്പോഴും ഊർമിള തന്നെ, ഓഫ് കോഴ്സ് പറയാനില്ല. ഊർമിള തന്നെ. അത് അഞ്ജലി തന്നെ, അഞ്ജലി തന്നെയായിട്ടാണ് എപ്പോഴും. അതങ്ങനെ എവിടെ പോയാലും വരുള്ളൂ. അറിയില്ല. അതങ്ങനെ വരുള്ളൂ. എല്ലാ ദിവസം നമ്മൾ ആ പേര് കേൾക്കുമല്ലേ? അതെ 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 അതെ. അങ്ങനെ ഒരു ഇത്. നമ്മളിങ്ങനെ പേര് വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കുകയും ചെയ്യും. തിരിഞ്ഞു നോക്കുകയും കാരണം ചെയ്യും. നമ്മൾ അത് കുറെ നമ്മുടെ നാളായിട്ട് അത് മനസ്സിലായി. ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ മനസ്സിലും അത് രജിസ്റ്റർ, അഞ്ജലി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്നെയാണ് എന്നുള്ളൊരു ആ ഒരു കാര്യം രജിസ്റ്റർ ആയി അത്രയും നാള് ചെയ്തോടുകൂടി. അതെ അതെ അതെ. അതുപോലെ ഷാലു പണ്ടാണെങ്കിലും ഡാൻസും ചെയ്യും, ആക്ടും ചെയ്യും. എനിക്ക് പണ്ട് മുതൽ എനിക്കൊന്ന് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണ്, ഫാമിലി അല്ലേ? നല്ല രീതിയിൽ. എനിക്കൊന്ന് മൂവി ചെയ്ത ടൈമിലും എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണോ പിന്നെ മൂവി എന്നുള്ളൊരു അന്നേരം അല്ല, അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നും അല്ല. എന്തോ ഒരു വിഷമോ സംതിങ് ലൈക്ക് ഒന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് പക്ഷെ സീരിയലാണ് ഈ പറഞ്ഞ കണക്ക്, രാവിലെ പോയിട്ട് വൈകിട്ട് നമുക്ക് വീട്ടിൽ വരാം. എനിക്ക് കംഫർട്ടാണത്. അത് ഒരു ഗവൺമെന്റ് ജോബ് പോലെ സത്യം, പോകുന്നു പോന്നു വരുന്നു അത്രേ ഉള്ളൂ. സേഫ് ആണ്. നെക്സ്റ്റ് മന്ത് ക്യാഷും കിട്ടും. അതാ ഒരു വിഷയം. എല്ലാവർക്കും ഈ മാസം എൻഡിൽ ക്യാഷ് കിട്ടുന്ന പോലെ തന്നെ നമ്മൾ അഭിനയിക്കുന്നു, അടുത്ത ഷെഡ്യൂളിലൊന്നും ക്യാഷ് ക്രെഡിറ്റ് ആവുന്നു. സുഖമുള്ള കൺസിസ്റ്റൻസി എങ്ങനെങ്കിലും മതി. படம் பண்ணா ஒரு 3 months ஒர்க் பண்ணணும், ஒரு 6 months ரிலீஸ்க்கு போது கடைசி பேமெண்ட் கிட்டும். வெயிட் பண்ண முடியாது, நம்மளுக்கு ஏகப்பட்ட இஎம்ஐ இருக்கு. സീരിയലാണ് ഒരു എല്ലാരും വിചാരിക്കും നമ്മൾ ഭയങ്കര കൊട്ടാരത്തിലാ ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ്. ഈ സാധാരണക്കാർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കും ഉണ്ട്. പിന്നെ അപ്പൊ ഇതെല്ലാം സെറ്റിൽ ആവണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കാശ് വരിക, അതിങ്ങനെ പിരിച്ചു കൊടുക്കുക. വർക്ക് ചെയ്യുക, കിട്ടുന്ന പൈസ വരിക, അതിങ്ങനെ പിരിച്ചു കൊടുക്കുക. പ്ലസ് കംഫർട്ട് സോൺ. കംഫർട്ട് മെയിൻലി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ, നമുക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ அது ചെയ്യാൻ പറ്റുന്ന എല്ലാം കൊണ്ട് നമുക്ക് കംഫർട്ടായ ഒരു സോൺ എന്ന് പറഞ്ഞാൽ தமிழ்ல ஒரு சொல்லுவாங்க, ஒரு பழமொழி இருக்கு. அங்க வந்து ராஜாவா ஒரு படம்னா ராஜா மாதிரி, அங்க போய் நம்ம எலி மாதிரி தான் இருப்போம். ஆனா இங்க இருக்கிறதுல நம்ம ராஜாவா இருக்கல. മൂക്കില്ല രാജ്യത്തിൽ മുറിമുക്കൻ രാജാവ്. സെയിം അത് തന്നെ. அங்க போயிட்டு நம்ம எலியா இருக்கிறத விட சின்ன திரையில நம்ம ராஜாவா இருக்கல. പോയിന്റ്. we can be so happy. ஃபேம் ஆக்ட் பண்றதுக்கு ஸ்கிரீன் இஸ் டிஃபரண்ட், தட்ஸ் ஆல். ആക്ടിങ് സെയിം ആണ്. ஃபேம் അതേ വിட നല്ല ഫേം ഉണ്ട്. പണം വേറെ എന്ത് വേണം? കൂൾ അല്ലേ? യാ. ഈ ശാലുവിന്റെ സംസാരം ഇല്ലേ, ശാലു തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അടിക്കാൻ വരുന്നോലെന്നൊക്കെയാന്ന് പറയാം. ஆக்சுவலி தமிழ்ல ரஜினி சார் அப்படிதான். யாரா क्वेश्चन பண்றீங்க ஃபாஸ்ட் இல்ல கேட்டிருக்கீங்களா ரஜினி சார்? கரெக்ட் இல்ல പറഞ്ഞത്. രജനി സാർ மாதிரி. രജനി സാർ ദാറ്റ്സ് എ സ്റ്റൈൽ അല്ലേ? അവരുടെ സ്റ്റൈൽ ഒന്നൊരു കോട്ടയംകാർക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാ. കോട്ടയം കട്ടപ്പന ഇച്ചിരി സംസാരിക്കുന്നതിന് ഇച്ചിരി സ്പീഡ് കൂടുതലാ. അങ്ങനെ അങ്ങ് പോയേക്കാന്ന് പിന്നെ എന്നാ പറയാനാണ്. അപ്പൊ ഡബിങ് ആർട്ടിസ്റ്റിന് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് ഞാൻ സ്വയമേ ഡബ് ചെയ്യാൻ തുടങ്ങിയ ഒരു സീരിയലിൽ സരയൂല് ഞാൻ തന്നെ ഡബ് ചെയ്തത്. എന്റെ തന്നെ സ്പീഡ് കൊണ്ട് എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ കണ്ണീന്ന് വെള്ളം വന്നിട്ടുണ്ട്. ദൈവമേ, ഞാൻ എന്തോ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്, ഞാൻ എന്തിനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്റെ കണ്ണീന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അന്നേരം എങ്ങനെയൊക്കെയോ പറഞ്ഞ് നമുക്ക് ടങ് ട്വിസ്റ്റ് ആയാലും കുഴപ്പമില്ല, അത് സീനിനകത്ത് അതെങ്ങനെ പോവും, വിഷയമല്ല. പക്ഷെ ഇത് ഡബ് ചെയ്യുന്ന ആൾ ക്ലാരിറ്റിയോടെ പറഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ലല്ലോ. അതിനുശേഷം ഞാൻ പഠിച്ചു, ഞാൻ സീൻ പറയുമ്പോ അവരെ ബുദ്ധിമുട്ടിക്കരുത്, പയ്യെ വേണം, പയ്യെ. ഇപ്പോഴും ഞാൻ അതുകൊണ്ട് പോസ് ചെയ്തിട്ട് അപ്പം എനിക്ക് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടുകയും ചെയ്യും. 1 2 ഡബിങ് ആർട്ടിസ്റ്റിന് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. അതുവരെ എനിക്കറിയില്ല, ഞാൻ ഡബ് ചെയ്ത ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പൊ ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സ്പീഡിൽ സംസാരിക്കുന്നത്. മറ്റവർക്കും കൂടെ നമ്മളൊരു ഇത് കൊടുക്കണം. അവരൊക്കെ എന്നെ എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിക്കുന്നത്. സഹിക്കാൻ പറ്റത്തില്ല, എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ലല്ലോ, വന്നല്ലോ സാധനം വന്ന്. ഞാൻ ദേവി ചേച്ചിയെ നമസ്കരിക്കുന്നു ആ സമയത്ത്. அதே மாதிரி சாயரா என்ன சொல்லணும், டப்பிங் ஆர்டிஸ்ட் ஆദ്യം വന്നപോது ഇത് ലിപ്പ് കൂടെ കിട്ടൂലോ തമിഴല്ലേ. ആദ്യം അയ്യോ ആക്ച്വലി ചന്ദ്രമഴ തുടങ്ങുന്ന പോത് ഈ ഊർമിള ക്യാരക്ടറാണ് എല്ലാരെയും നിക്ക വെച്ച് ഇത് അത് ഓർഡർ പോടുற ക്യാരക്ടറാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബിഗിനിങ് അതൊരു അന്ത ഷെയ്ഡുള്ള ക്യാരക്ടർ അല്ലേ. ക്ലോസ് വരെ ഉണ്ട്. പക്കത്തിലെ എല്ലാരും മലയാളിയാണ്. 15 പക്കം ഞാൻ മാത്രമാണ്. അല്ല എന്നോട് ഡയലോഗാണ്. അതിലെ യമുന ക്യാരക്ടർ இருக்கும், ഇല്ല ധനുഷ് മരകന, ശരി ഊർമിള, ഇത് മാത്രം. അവർക്കൊക്കെ എത്രേ ഉള്ളൂ ഡയലോഗ് മുഴുവൻ. പണി മുഴുവൻ നമുക്കാണ്. അയ്യോ, എനിക്ക് ഫസ്റ്റ് അവരുടെ ഡയലോഗ് പറഞ്ഞു വാച്ച്
ഇത് ഞാനാ ഇത്രയോ ആ പിന്നെ ഞാൻ പറയണോ നിങ്ങൾ മാം തന്നെ പറയണ്ടെന്നൊക്കെ. അല്ല ഇങ്ങനെ ഇത്രയും ഞാൻ പറയണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം. അയ്യോ ரொம்ப എനിക്ക് കുറേ നാളായിട്ട് ഉണ്ട് കൊറേ, അതായത് മലയാളം ഇപ്പം നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. മനസ്സിലാകും. ആ ഒരു അപ്പൊ അവസ്ഥ ആദ്യം എത്തേണ്ടി തുടക്കത്തിൽ വന്നു. ഒന്നും മനസ്സിലാകൂടാകില്ല. ഒരു വേർഡ് കൂടെ എനിക്ക് മനസ്സിലാവും. അതായത് അക്കയുടെ നാട്ടിലെ പല ഭാഷകളും നമ്മുടെ നാട്ടിലെ തെറികളും നമ്മുടെ നാട്ടിലെ പല അക്കയുടെ നാട്ടിലെ തെറികളുമാണ്. അതുകൊണ്ട് അക്കയ്ക്ക് ആദ്യം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. അയ്യോ ഇതെന്തുവാ ഈ പറയുന്നതെന്നുള്ളത്. ഇങ്ങനെ പറയും, അല്ല ഇതെന്തിനാ ഇപ്പൊ പറയുന്നത്? அப்போ ஒவ்வொரு வேர்டையும் உட்கார வச்சு அதோட அர்த்தம் கேட்பேன் நான். ഓരോന്നിന്റെ അർത്ഥം மீனிங் ஆதியம் அது அதனால ஃபர்ஸ்ட் நான் அந்த அர்த்தம் கேட்டு ரியாக்ட் பண்ணிக்கிட்டு டயலாக் லிப்பு ஃபர்ஸ்ட் பிடிக்க பயங்கர ശ്രമപ്പെട്ട് அப்புறமா அது സായറാക്ക് ആണ്. താങ്ക്യൂ ഡബിങ് ആർട്ടിസ്റ്റ് എന്നോട്. സായറാക്ക് താങ്ക്യൂ ഓൾവേസ് എപ്പോഴും. ഈ ചന്ദനമഴയ്ക്ക് അന്നും ഇന്നും എപ്പോഴും ഇപ്പോഴും പിള്ളേര് ട്രോൾ ചെയ്യാനാണെങ്കിൽ പോലും എടുത്ത് കുത്തിപ്പൊക്കി. ഇപ്പോഴത്തെ പിള്ളേര് ഇത് കണ്ട് അവസാനം 1 എപ്പിസോഡ് കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. ഷാലു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ട്രോളൊക്കെ നല്ലതാണ്, യു എൻജോയ് ഇറ്റ്. പക്ഷെ അത് ഇൻസൾട്ടിന്റെ ഒരു ഇതിലോട്ട് എത്തുമ്പോഴാണ് കായപ്പെടുത്തക്കൂടാതെ ഇൻസൾട്ട് ചെയ്ത്, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് പറ ഇവളെന്തോ നീ കാണിക്കുന്നത് എന്നുള്ള മട്ടിലൊക്കെ. ഒരു കണ്ടന്റ് ക്രിയേറ്ററെ ഞാൻ വിളിച്ചു, ഭയങ്കര പേടിച്ചിട്ട്, ഹലോ എന്താ ചേച്ചി എന്ന് ഞാൻ പറയും. മോനെ താൻ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നിനുമല്ല. ഈ ഊർമിള എന്ന് പറയുന്ന ക്യാരക്ടർ ராஜேஸ்வரியிലേക്ക് പോകുമ്പോ ആ ഒരു ചേഞ്ച് வெரி டஃப் நெகட்டிவ் ரோல் வந்து ஒர்க் பண்றதுக்கு நிறைய எக்ஸ்பீரியன்ஸ் வேணும். அந்த ஷார்ட் டைம்ல நம்ம பண்ணணும். நிறைய பாசிட்டிவ் அங்கே வேணும். சைலண்டா நின்னா மதி, கிளிசரின் போட்டு நின்னா மதி. பாசிட்டிவ் கேரக்டர்லே